Hello everyone, welcome to Competitive Cracker. അപ്പോൾ നമ്മുടെ സെറ്റിന്റെ എക്സാം ഒക്കെ എത്തിയില്ലേ? നമുക്ക് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിക്കേറ്റിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. MgTSi4O10OH twice is commonly known as. അപ്പൊ ഈ സിലിക്കേറ്റ് മിനറലിനെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുന്നത്? ആസ്ബറ്റോസ് എന്നാണോ, വാട്ടർ ഗ്ലാസ് എന്നാണോ, അതോ സോഡ ഗ്ലാസ് എന്നാണോ, ടാൽക്ക് എന്നാണോ, എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ പറയുമ്പോൾ എന്തെന്ന് വരും? നമ്മുടെ കറക്റ്റ് ആൻസർ ടാൽക്ക് ആണ്. നമ്മളുടെ Mg3Si4O10OH twice. ഇറ്റ്സ് കൊമേഴ്ഷ്യലി നോൺ ആസ് ടാൽക്ക്. അപ്പൊ നമ്മളുടെ ഈ ടാൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൽ തന്നെ ഏറ്റവും സോഫസ്റ്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ് ഈ ടാൽക്ക് എന്ന് പറഞ്ഞാൽ. ഇനി ടാൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രൈ ഒക്ടാഹീഡ്രൽ ലെയർഡ് ആയിട്ടുള്ള മിനറൽ ആണ്. മഗ്നീഷ്യവും ഓക്സിജനും സിലിക്കണും ഒക്കെ ലെയർഡ് സ്ട്രക്ചറിൽ ക്രിസ്റ്റലൈൻ ഫോർമേഷൻ നടത്തുന്ന ഒരു ലെയർഡ് മിനറൽ ആണ് നമ്മളുടെ ടാൽക്ക് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്? നമ്മളുടെ പൈറോഫൈലൈറ്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നതാണ്. അതായത് അലൂമിനിയം സിലിക്കേറ്റ് ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ ഈ പൈറോഫൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല എന്താണ്? Al2Si4O10OH twice എന്നാണ് പൈറോഫൈലൈറ്റിന്റെ ഫോർമുല. ഇവിടെ മഗ്നീഷ്യം ആയിരിക്കും നമ്മുടെ ടാൽക്കിന്റെ കേസിൽ ഒക്ടാഹീഡ്രൽ സൈറ്റിൽ വരുന്നത്. മനസ്സിലാവുന്നു? ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ വൺ ഓഫ് ദ സോഫ്റ്റസ്റ്റ് മിനറൽ ഓൺ എർത്ത് ആണ്, അല്ലെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മിനറൽ ഏതാണ് എർത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? മിനറൽ എന്ന് വെച്ചാൽ ഏതെന്ന് നമുക്ക് പറയാൻ പറ്റും? അത് നമുക്ക് ടാൽക്ക് ആണെന്ന് പറയാൻ പറ്റും. ഇനി ആസ്ബറ്റോസ് എടുത്താലോ? ആസ്ബറ്റോസും നാച്ചുറലി ഒക്കറിംഗ് ആണ്. ടാൽക്ക് ആയിരുന്നാലും നമ്മൾ നാച്ചുറലി മൈൻ ചെയ്തെടുക്കുന്ന ഒരു സിലിക്കേറ്റ് മിനറൽ ആണ്. ആസ്ബറ്റോസും അതുപോലെ തന്നെയാണ്. നമ്മൾ നാച്ചുറലി മൈൻ ചെയ്തെടുക്കുന്ന ഒരു സിലിക്കേറ്റ് ആണ് നമ്മളുടെ ആസ്ബറ്റോസ് എന്നും പറയുന്നത്. ഇതൊരു ഫൈബ്രസ് ആയിട്ടുള്ള സിലിക്കേറ്റ് മിനറൽ ആണ്. മനസ്സിലാവുന്നു? ഇത് ട്രൈ ഒക്ടാഹീഡ്രൽ ലേഡ് മിനറൽ ആണ് ടാൽക്ക് എന്ന് പറയുന്നത്. അതേസമയം ആസ്ബറ്റോസ് എന്ന് പറഞ്ഞാലോ ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു സിലിക്കേറ്റ് മിനറൽ ആണ്. ഇത് ലേഡ് ആണെങ്കിൽ ഇത് ഫൈബ്രസ് സിലിക്കേറ്റ് മിനറൽ ആണ് നമ്മളുടെ ആസ്ബറ്റോസ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്ലാസിന്റെ പ്രത്യേകത ഇത് എന്താണ്? വാട്ടറിൽ ഡിസോൾവ് ആവുന്നതാണ്. ഇതെന്ന് പറയുന്നത് സോഡിയം ഓക്സൈഡും അതുപോലെ തന്നെ സിലിക്കയും ഒക്കെ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ്. അതൊരു ഗ്ലാസി സോളിഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ഗ്ലാസ് എന്തിൽ സോലിബിൾ ആയിരിക്കും? നമ്മുടെ വാട്ടറിൽ സോലിബിൾ ആയിരിക്കും. വാട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സോളിഡ് ലംസ് ആയിട്ടോ അല്ലെങ്കിൽ പൗഡേർഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ക്ലിയർ സിറപ്പി ലിക്വിഡ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇതെന്ന് പറയുന്നത് പല കേസിലും നമ്മളുടെ ഒരു സോഡിയം സോഴ്സ് ആയിട്ട്, കൺവീനിയൻറ്റ് സോഡിയം സോഴ്സ് ആയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യാറുണ്ട്? നമ്മളുടെ ഈ വാട്ടർ ഗ്ലാസ്സിനെ യൂസ് ചെയ്യാറുണ്ട് നമ്മളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോണ്ട്രി ഡിറ്റർജൻറ്റിൽ, പിന്നെ ബൈൻഡർ ആൻഡ് അഡ്ഹസീവ് ആയിട്ട്, ഒരു ഫ്ലോക്കുലൻ്റ് ആയിട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മളുടെ വാട്ടർ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ സോഡ ഗ്ലാസ് എന്നും പറയുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Mg3Si4O10OH twice is കൊമേഴ്ഷ്യലി നോൺ ആസ്. അതിനെ നമ്മൾ കൊമേഴ്ഷ്യലി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടാൽക്ക് എന്നാണ്. നമ്മുടെ മോ സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ് നമ്മളുടെ ടാൽക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ആസ്ബറ്റോസ് ഓർത്ത് വെച്ചേക്കുക. അതും നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു ഫൈബ്രസ് സിലിക്കേറ്റ് മിനറൽ തന്നെയാണ് ആസ്ബറ്റോസ്. വാട്ടർ ഗ്ലാസിന്റെ പ്രത്യേകത അത് വാട്ടറിൽ സോലിബിൾ ആണ്. അതുപോലെ തന്നെ സോഡിയം ഓക്സൈഡും സിലിക്കയും കൂടെ ചേർന്നാണ് ഈ വാട്ടർ ഗ്ലാസ് ഉണ്ടാക്കിയേക്കുന്നത്. കൊമേഴ്ഷ്യൽ സോഴ്സ് സോഡിയമായിട്ട് നമ്മൾ പല കേസുകളിലും എന്തിനെ യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ വാട്ടർ ഗ്ലാസ്സിനെ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ എക്സാമിന് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റുകളും നന്നായിട്ട് ഓർത്ത് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാൽഷ്യം കാർബൈഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്. കാൽഷ്യം കാർബൈഡ്, നമ്മൾ കാർബൈഡുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ കാൽഷ്യം കാർബൈഡ് നമ്മൾ എന്തിന്റെ പ്രൊഡക്ഷൻ ആയിട്ടാണ് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത്? നോക്കിക്കേ. അസറ്റ്ലീൻ ഗ്യാസ് ആണോ, എഥിലീൻ ഗ്യാസ് ആണോ, മീഥേൻ ഗ്യാസ് ആണോ, പ്രൊപ്പൈൻ ഗ്യാസ് ആണോ? ഏത് ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ കാൽഷ്യം കാർബൈഡിന് പ്രിൻസിപ്പൽ ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അതായത് അസറ്റ്ലീൻ ഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കാൽഷ്യം കാർബൈഡിനെ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇവിടെ നമുക്ക് കാൽഷ്യം കാർബൈഡിനെ പറ്റി കുറച്ചുകൂടെ പോയിന്റ്സുകൾ നോക്കണം. കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആണ്. അത് പ്രൈമറി യൂസ് ചെയ്യുന്ന എന്താണ്? അസറ്റ്ലീൻ ഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി ഫെർട്ടിലൈസർ പ്രൊഡക്ഷന്, മെറ്റലർജിയിൽ, അതുപോലെ തന്നെ ഡീസൾഫ്യൂരിഫിക്കേഷന്, ഈ നമ്മുടെ അയണിൻ്റെയും സ്റ്റീലിൻ്റെ എല്ലാം ഡീസൾഫറൈസേഷനും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ കാൽഷ്യം കാർബൈഡ് യൂസ് ചെയ്യുന്നുണ്ട്.
ഇതൊരു ബേസിക് ആയിട്ടുള്ള കാർബൈഡാണ്. പലപ്പോഴും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. കാൽഷ്യം കാർബൈഡിന്റെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോഴത്തേന് ഇതൊരു ബേസിക് കാർബൈഡാണ്. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അസറ്റ്ലീനും തരും, അതിന്റെ കൂടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും തരും. നോക്കിക്കേ, റിയാക്ഷൻ നോക്കിക്കേ, കാൽഷ്യം കാർബൈഡ് CaC2 റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം എന്താണ് നമ്മളുടെ എന്തൊക്കെ തരും? അസറ്റ്ലീൻ ഗ്യാസും തരും, അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും തരും. ഇനി നോക്കിക്കേ, ഈ കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അത് മെറ്റൽ ഓക്സൈഡുകളെ എന്തായിട്ട് മാറ്റും? കറസ്പോണ്ടിങ് മെറ്റൽ ആയിട്ട് മാറ്റും. മെറ്റൽ ഓക്സൈഡുകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ കാൽഷ്യം കാർബൈഡ് അത് റെഡ്യൂസിങ് നേച്ചർ ആയതുകൊണ്ട് തന്നെ മെറ്റൽ ഓക്സൈഡുകളെ മെറ്റലായിട്ട് മാറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കാൽഷ്യം കാർബൈഡ് CaC2 എന്നാണ് നമ്മൾ എഴുതുന്നത്. കാൽഷ്യം കാർബൈഡ് നമ്മൾ ഫെറിക് ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്, Fe2O3 കമ്പൈൻ ചെയ്ത് അവിടെ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഇവിടെ എന്ത് പറ്റും? ഈ ഫെറിക് ഓക്സൈഡിനെ അവിടെ അയണായിട്ട് എന്ത് ചെയ്യും? നമ്മളെ റെഡ്യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ കാൽഷ്യം ഓക്സൈഡും കാർബൺ മോണോക്സൈഡും നമുക്ക് പ്രൊഡ്യൂസ്ഡ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കാൽഷ്യം കാർബൈഡ് നമ്മളുടെ ആസിഡിക് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ആസിഡുകളുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് അവിടെയും നമുക്ക് എന്ത് തരും? അസറ്റ്ലീൻ ഗ്യാസ് തരും. മനസ്സിലാവുന്നു? അതിൻ്റെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൽഷ്യം സാൾട്ടും തരും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ കാൽഷ്യം കാർബൈഡ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് പർപ്പസിനാണ്? എന്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്? നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? അസറ്റ്ലീൻ ഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കാൽഷ്യം കാർബൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാൽഷ്യം കാർബൈഡിനെ പറ്റി പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള കാർബൈഡ് ആണ്, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്, കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. മെറ്റൽ ഓക്സൈഡുകളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേന് കാൽഷ്യം കാർബൈഡ് എന്ത് തരും? മെറ്റലിനെ റെഡ്യൂസ് ചെയ്യും. അതിനെ മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് തരും? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും തരും, പ്ലസ് എന്തും തരും? അസറ്റ്ലീൻ ഗ്യാസും തരും. അതേപോലെ തന്നെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ്? നമുക്ക് അസറ്റ്ലീൻ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആവും. മനസ്സിലാവുന്നു? ഫെർട്ടിലൈസർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ മെറ്റലർജിയിലും എല്ലാം നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? കാൽഷ്യം കാർബൈഡിനെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ഈസ്, കാൽഷ്യം കാർബൈഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അസറ്റ്ലീൻ ഗ്യാസ്. ഇങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. അപ്പം നമ്മുടെ സെറ്റിന്റെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ എത്തിയില്ലേ? അപ്പം നമുക്കിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇനി പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ മാക്സിമം റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രിക്ക് കെമിസ്ട്രി പഠിച്ചു, PGക്ക് കെമിസ്ട്രി പഠിച്ചു, B.Edനും കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താ? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ്, 2024 ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും എടുത്ത് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക, ആൻസേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ക്ലിയർ ആവും. മനസ്സിലാവുന്നു? അപ്പം അത് തന്നെയാണ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് സ്ട്രാറ്റജിയും ചെയ്യുന്നത്. നിങ്ങളുടെ ജോലി എളുപ്പമാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാര്യം നമ്മൾ 2015 തൊട്ട് ഈ 2024 ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന പരീക്ഷയുടെ വരെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൈവ് സെഷനിലൂടെ. ലൈവ് സെഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ലൈവ് സെഷനിലൂടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തരുന്നു. ജനറൽ പേപ്പറിനും നമ്മുടെ സബ്ജക്ട് പേപ്പറിനും ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 4 മണിക്കൂർ ലൈവാണ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നത്. 2 മണിക്കൂർ സബ്ജക്ട് പേപ്പറിനും 2 മണിക്കൂർ നമ്മുടെ ജനറൽ പേപ്പറിനും. അങ്ങനെ രണ്ടിനും കൂടെ എന്താണ്? ഒരു ദിവസം 4 മണിക്കൂർ. ഇപ്പൊ ഒരു പേപ്പർ സബ്ജക്ട് പേപ്പറിന്റെ മാത്രം കേസ് പറയുവാണെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് 10 ദിവസം 20 മണിക്കൂർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സെഷനിലൂടെ കടന്നു പോകാൻ പറ്റും. വളരെ ഈസി ആയിട്ട്. നിങ്ങൾ തനിയെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഒരു 10-15 ക്വസ്റ്റ്യനിൽ കൂടുതൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും അതിൻ്റെ എക്സ്പ്ലനേഷനും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളിതൊക്കെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം 2 മണിക്കൂറിൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എന്താണ്? ടു വിച്ച് അമിനോ ആസിഡ് ഡു ദ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ബൈൻഡ് ഇൻ പ്രോട്ടോൺ പമ്പ്? നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ
പ്രോട്ടോൺ പമ്പിൽ ഏത് അമിനോ ആസിഡുമായിട്ടാണ് ബൈൻഡ് ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ. സീറിൻ, സിസ്റ്റീൻ, ലൈസിൻ, ഹിസ്റ്റിഡിൻ. ഇതൊരു പ്രീവിയസ് ഇയർ സെറ്റിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റിൻ ആണ്. നമ്മുടെ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആയിട്ടുള്ള സിസ്റ്റിൻ ആണ് എന്താണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സുമായിട്ട് പ്രോട്ടോൺ പമ്പിൽ ബൈൻഡ് ചെയ്തേക്കുന്നത്. അപ്പം നോക്കിക്കേ, എന്താ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ? നമുക്ക് കേൾക്കുമ്പോൾ പ്രോട്ടോൺ പമ്പ്, മെക്കാനിക്കൽ, അങ്ങനെയൊക്കെ കുറെ മനസ്സിൽ വരും. പക്ഷെ അതൊന്നുമല്ല. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ നമ്മൾ PPI എന്നാണ് പറയുന്നത്. PPIs എന്ന് പറഞ്ഞാൽ അവർ ഒരു ക്ലാസ് ഓഫ് മെഡിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അവര് സ്റ്റൊമക് ആസിഡ് പ്രൊഡക്ഷന്റെ കേസിൽ എന്താണ് പ്രൊഫൗണ്ട് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് റിഡക്ഷൻ ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ് നമ്മളുടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. നമ്മളുടെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ എസെൻഷ്യൽ ലിസ്റ്റ് ഓഫ് മെഡിസിന്റെ കേസിൽ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. മനസ്സിലാവുന്നു? അവരെങ്ങനെയായി ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറിവേഴ്സിബിളി ഇൻഹിബിറ്റിംഗ് ദ സ്റ്റൊമക്സ് H+K+ATPase പ്രോട്ടോൺ പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇറിവേഴ്സിബിൾ ആയിട്ട് നമ്മളുടെ സ്റ്റൊമക്കിലെ H+K+ATPase പ്രോട്ടോൺ പമ്പിനെ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവര് ആക്ട് ചെയ്യുന്നത്. ഇവരെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ മോസ്റ്റ് വൈഡ്ലി സോൾഡ് ആയിട്ടുള്ള മെഡിക്കേഷന്റെ ലിസ്റ്റിൽ വരുന്നവരാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്ന ഒരാളാണ് ഓമിപ്രസോൾ എന്ന് പറയുന്നത്. ഓമിപ്രസോൾ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നമ്മളുടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിന് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഓമിപ്രസോൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് N അസൈലേറ്റഡ് അമിനോ ആസിഡ് ഷോ ഗുഡ് ഡിഗ്രി ഓഫ് ഇൻഹിബിഷൻ ഓഫ് ഗ്യാസ്ട്രിക് പ്രോട്ടോൺ പമ്പ്. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചേക്കുക. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കേഷൻസ് ആണ്. അവരെന്തിനാണ്? ദാറ്റ് കോസ് എ പ്രൊഫൗണ്ട് ആൻഡ് പ്രൊലോങ്ഡ് റിഡക്ഷൻ ഓഫ് സ്റ്റൊമക് ആസിഡ് പ്രൊഡക്ഷൻ. മനസ്സിലാവുന്നു? അപ്പൊ അതിന് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആണ് നമ്മളുടെ ഓമിപ്രസോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ടു വിച്ച് അമിനോ ആസിഡ് ഡു ദ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ബൈൻഡ് ഇൻ പ്രോട്ടോൺ പമ്പ്? കറക്റ്റ് ആൻസർ നമ്മുടെ സിസ്റ്റൈൻ ആണ്. ഓർത്ത് വെച്ചേക്കുക. സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. അടുത്ത് നോക്കിക്കേ, ഇപ്രാവശ്യത്തെ സെറ്റിന് ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പലർക്കും കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കൺഫ്യൂസ് ചെയ്ത് അതിനെ തെറ്റിച്ചു വെക്കും. അതാണ് നമ്മളുടെ ഒരു രീതി. അപ്പം ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചത് നമ്മുടെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഇന്റൻസീവ് പ്രോപ്പർട്ടി among the following are electrical conductivity, density, volume, entropy, viscosity. ഇങ്ങനെ 5 പ്രോപ്പർട്ടീസ് നമുക്ക് തന്നേക്കുന്നത്. ഏതൊക്കെ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, വോളിയം, എൻട്രോപ്പി, വിസ്കോസിറ്റി. ഇതിനകത്ത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ഓൺ ദ സൈസ് ഓഫ് ദ മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. മനസ്സിലാവുന്നു? അപ്പം എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താണ്? These are properties that are independent of the size or mass of the system. മനസ്സിലാവുന്നു? ടെമ്പറേച്ചർ അത് നമ്മുടെ സബ്സ്റ്റൻസിന്റെ മാസിനെ അല്ലെങ്കിൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണോ? അല്ല. പ്രഷർ ആണോ? അല്ല. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പൊ അവിടെയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മളുടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇപ്പം ഒരു സബ്സ്റ്റൻസിന് വാട്ടറിന്റെ ഡെൻസിറ്റി ഇത്രയാണെന്ന് പറഞ്ഞാൽ അത് 10 ഗ്രാം എടുത്താലും 100 ഗ്രാം എടുത്താലും എല്ലാം ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി. ഇപ്പൊ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ മാസ് കൂടുന്നതനുസരിച്ചല്ല വരുന്നത്. വിസ്കോസിറ്റി നോക്കുമ്പോഴും ഇതെല്ലാം എന്തല്ല? ഇവരൊന്നും അഡിറ്റീവ് അല്ല. എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് കൂടുന്നതിനനുസരിച്ച് ഈ പ്രോപ്പർട്ടീസിക്ക് ചേഞ്ച് വരുന്നു. അഡിറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതാണ് മീൻ ചെയ്യുന്നത്. അത് ആഡ് ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ മാസ് കൂടുമ്പോൾ. ഇപ്പം എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ്, ടോട്ടൽ എനർജി എടുക്കുവാണ്. ടോട്ടൽ എനർജി എടുക്കുമ്പോഴത്തേന് അത് മാസ് കൂടുന്നതനുസരിച്ച് ടോട്ടൽ എനർജിയും കൂടും അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഇനി മാസ് എടുക്കുകയാണ്. മാസ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സബ്സ്റ്റൻസിന്റെ വെയിറ്റ് അല്ല 10 ഗ്രാമിന്, 10 ഗ്രാമിന്റെ അല്ല 100 ഗ്രാമിന് എന്ന് പറഞ്ഞാൽ അവർ അഡിറ്റീവ് ആണ്. ആ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. വാല്യൂസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ സൈസ് ഓഫ് ദ സിസ്റ്റം such as mass, volume and total energy. അവരെന്താണ്? അഡിറ്റീവ് ആണ്. മാസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മുടെ കണ്ടക്ടിവിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്.
വിസ്കോസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പ്രഷർ ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ടെമ്പറേച്ചർ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മനസ്സിലാവുന്നു? അപ്പൊ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന് വൈഡ് ആയിട്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നും ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓർ സൈസ് ഓഫ് ദ സബ്സ്റ്റൻസ്. മനസ്സിലാവുന്നു? ഇപ്പൊ ടെമ്പറേച്ചർ എടുക്കുവാണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സൈസ് ഓർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എന്തെന്ന് പറയും? ദേ ആർ നോൺ അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എടുത്താലോ, ദേ ഡു ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ അഡിറ്റീവ് പ്രോപ്പർട്ടീസ്. മനസ്സിലാവുന്നു? അവര് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ കാരണം അതിന്റെ സൈസ് അല്ലെങ്കിൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പ്രോപ്പർട്ടിക്കും എന്ത് സംഭവിക്കും? ഇൻക്രീസ് വരും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നിങ്ങൾ എടുത്ത് നോക്കിക്കേ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഡെൻസിറ്റി എടുക്കുവാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഇപ്പൊ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി മാസ് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? മാസ് ബൈ വോളിയം ആണ്. അതൊരു റേഷ്യോ ആയിട്ട് വരുന്നതാണ്. സോ അത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. അതേസമയം വോളിയം എടുത്താലോ, വോളിയം എടുത്താൽ ആ മാസ് കൂടുന്നതനുസരിച്ച് വോളിയം കൂടും. അതേ കണക്ക് മാസ് കുറയുന്നതനുസരിച്ച് വോളിയത്തിനും ചേഞ്ച് വരും അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാലും എന്താണ്? ഡിസോർഡർ ആണ്, റാൻഡംനെസ് ആണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസിന്റെ മാസ് കൂടുന്നു, അവിടെ റാൻഡംനെസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലാവുന്നു? അതുകൊണ്ട് അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടിയാണ്, ഇൻഹറന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ നമ്മളിപ്പോ പറയാണ് തേനിന്റെ വിസ്കോസിറ്റി ഇത്രയാണ്. അത് 1 ഗ്രാം തേനെടുത്താലും അതിനേക്കാളും വലിയൊരു ക്വാണ്ടിറ്റി തേനെടുത്താലും എല്ലാം അതിന്റെ വിസ്കോസിറ്റി വാല്യൂസിന് ചേഞ്ച് വരുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. മനസ്സിലാവുന്നു? അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, വിസ്കോസിറ്റി ഇതെല്ലാം എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. അതേസമയം നമ്മളുടെ വോളിയം എടുക്കുന്നു, അതെ വോളിയം എടുത്താലും എൻട്രോപ്പി എടുത്താലും അവരെല്ലാം എന്താണ്? ദേ ആർ ഓൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓർ സൈസ് ഓഫ് ദ സബ്സ്റ്റൻസ്. മനസ്സിലാവുന്നു? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ദേ ആർ അഡിറ്റീവ് പ്രോപ്പർട്ടീസ്. ദേ ഡു ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓർ സൈസ് ഓഫ് ദ സബ്സ്റ്റൻസ്. മനസ്സിലാവുന്നു? അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നോക്കിക്കേ, ഇത് നമ്മളുടെ ഓർഗാനിക്കിൽ ഒരു റിയാക്ഷനിലോട്ട് വരുവാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നുണ്ടോ? സൈക്ലോഹെക്സനോ നോക്കിക്കേ, ഇവിടെ സെലീനിയം ഡയോക്സൈഡിന്റെ ഒരു റിയാക്ഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, സെലീനിയം ഡയോക്സൈഡിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സെലീനിയം ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്? അതൊരു ഓക്സിഡൈസിങ് ഏജന്റാണ് സെലീനിയം ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ സെലീനിയം ഡയോക്സൈഡ് ഇപ്പൊ മെഥിലീൻ അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളുടെ ഒരു കാർബണൈൽ ഗ്രൂപ്പിന്റെ അഡ്ജസന്റ്, ഇപ്പൊ ഈ കാണിച്ചേക്കുന്ന ഒരു കാർബണൈൽ ഗ്രൂപ്പാണ്. ഈ കാർബണൈൽ ഗ്രൂപ്പിന്റെ അഡ്ജസന്റ് ആയിട്ട് ഒരു മെഥിലീൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റും? മെഥിലീൻ അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പുകൾ അതിന് അഡ്ജസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് മാറ്റും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ പൊസിഷനിലോ അത് എന്ത് ചെയ്യും? അതിന് CO ഗ്രൂപ്പോ CHO ഗ്രൂപ്പായിട്ട് മാറും. മനസ്സിലാവുന്നു? അപ്പൊ ഇവിടെ ഈ റിയാക്ഷനിൽ നമുക്ക് തന്നിരുന്നത്, അപ്പൊ അവിടെ എന്താ ചേഞ്ച് വരുന്നത്? അതൊരു 1,2 ഡയോൺ ആയിട്ട് മാറും അല്ലെ? അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തിലോട്ട് വരും? നോക്കിക്കേ, സൈക്ലോഹെക്സാൻ 1,2 ഡയോൺ ആയിട്ട് മാറും അല്ലെ? ഇവിടെ ആദ്യം നമുക്ക് സൈക്ലോഹെക്സനോൺ ആയിരുന്നു. സൈക്ലോഹെക്സനോൺ എന്നുള്ളത് സൈക്ലോഹെക്സാൻ 1,2 ഡയോൺ ആയിട്ട് മാറി. കാര്യം അഡ്ജസന്റ് ആയിട്ട് നമ്മളുടെ ഒരു മീഥൈൽ ഗ്രൂപ്പോ മെഥിലീൻ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ അതിനെ ആൽഡിഹൈഡോ കീറ്റോൺ ആയിട്ട് സെലീനിയം ഡയോക്സൈഡ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. സെലീനിയം ഡയോക്സൈഡ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ജസ്റ്റ് ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? അപ്പൊ നമ്മളിത് പഠിക്കുന്നതാണ് എന്ന് വെച്ചാൽ മീഥൈൽ ഗ്രൂപ്പോ മെഥിലീൻ ഗ്രൂപ്പോ നമ്മളുടെ എന്താണ് കാർബണൈൽ ഗ്രൂപ്പിന് അഡ്ജസന്റ് ആയിട്ട് വരുവാണെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റും? CHO ഗ്രൂപ്പോ CO ഗ്രൂപ്പ്. ഇവിടെ ഇതില്ലെങ്കിൽ ആ റിയാക്ഷൻ അതേപോലെ അല്ല. പക്ഷേ നമ്മളുടെ കാർബണൈൽ ഗ്രൂപ്പിന് അഡ്ജസന്റ് ആയിട്ട് മെഥിലീൻ ഗ്രൂപ്പോ മീഥൈൽ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റും? ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോണിക് ഗ്രൂപ്പോ ആയിട്ട് നമ്മുടെ സെലീനിയം ഡയോക്സൈഡ് ഓക്സിഡൈസ് ചെയ്യും. മനസ്സിലാവുന്നു? ഇതാണ് നമ്മളുടെ എന്താണ് ഓക്സിഡേഷൻ ബൈ സെലീനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഈ കഴിഞ്ഞു പോയത്. അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ, നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ചില പ്ലെയിൻസ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നു? ചില ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസുകളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ എന്താണ്? ഇവിടുത്തെ മില്ലർ ഇൻഡീസസ് എന്താണ്? ഈ പ്ലെയിനുകളുടെ മില്ലർ ഇൻഡീസസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, അപ്പൊ നമ്മളിവിടെ നോക്കുക, ഇവിടെ ഈ
ഇവിടെ നമുക്ക് ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ഒരു ഹൈലൈറ്റഡ് പ്ലെയിൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ മെയിൻ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് എന്ന് വെച്ചാൽ XYZ നോക്കിക്കേ, XYZ ഇങ്ങനെയുള്ള ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലെയിൻ നമുക്ക് അതിനകത്ത് XYZ എന്ന് പറഞ്ഞ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിൽ നമ്മളൊരു പ്ലെയിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. A/2 എന്നുള്ള രീതിയിൽ അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഒരു പ്ലെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ മില്ലർ ഇൻഡീസ് കണ്ടുപിടിക്കുന്നത്? മില്ലർ ഇൻഡീസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ നമ്മൾ നോക്കുക, X ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്ന പ്ലെയിൻ ഏതാ നോക്കിക്കേ. ഇവിടെ ഒറിജിനിൽ നിന്ന് A/2 അവിടെ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ A/2. പിന്നെ എന്താ വന്നേക്കുന്നത്, Y ആക്സിസിലാണെങ്കിൽ എന്താണ് A/2, Z ആക്സിസിലാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മളുടെ പ്ലെയിൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അല്ലെ. അവർ ഇന്റർസെക്ട് ചെയ്തേക്കുന്ന ആ ഡിസ്റ്റൻസ്, നമ്മുടെ ഒറിജിനിൽ നിന്ന് അവർ ഇന്റർസെക്ട് ചെയ്തേക്കുന്ന ആ ഡിസ്റ്റൻസ് ആണ് കാണിച്ചേക്കുന്നത് A/2. നമ്മൾ എങ്ങനെയാണ് മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കുന്നത്? മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ആ പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്തേക്കുന്ന ആ പോയിന്റ്സ് നമ്മൾ എടുത്തെഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഹോൾ നമ്പർ നമ്മളിവരെ എന്ത് ചെയ്യുന്നു, ഈ A/2 എന്നുള്ളതൊക്കെ കളയുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു, 1/2 1 എന്ന് പറഞ്ഞ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്താ എഴുതുന്നത്, ഇവരുടെ റെസിപ്രോക്കൽസ് എഴുതുന്നു അല്ലെ. ഇങ്ങനെയല്ലേ നമ്മൾ മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കുന്നത്. ഇവരുടെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ എങ്ങനെ വരും, 2 1 എന്നുള്ള രീതിയിൽ വരും. ഇവിടെ ഫ്രാക്ഷൻസ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഫ്രാക്ഷൻസ് വരുന്നിരുന്നെങ്കിൽ നമ്മൾ അവിടെ LCM ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഫ്രാക്ഷൻസ് ക്ലിയർ ചെയ്യണമായിരുന്നു. ഇവിടെ ഫ്രാക്ഷൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ മില്ലർ ഇൻഡീസസ് എന്ത് വരും, ഓപ്ഷൻ B വരും. ഇവിടെ ഏതെങ്കിലും നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ വന്നേ, ഇവിടെ -1/2 അവർ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ മൈനസിന് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആവാൻ ശ്രമിക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം, ആ മൈനസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർ സൈൻ കൊടുത്താൽ മതി. കണ്ടോ, ഈ രീതിയിൽ നമ്മൾ എന്ത് എഴുതണം, ഇൻഡീസസ് എഴുതണം. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മില്ലർ ഇൻഡീസസിന്റെ ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഇൻഡീസസ് നമ്മൾ ആദ്യം എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ റെസിപ്രോക്കൽ എഴുതും. ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ ക്ലിയർ ചെയ്യും അല്ലെ. ഇത്രയേ ഉള്ളൂ നമുക്ക് മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഈ ക്വസ്റ്റിന്റെ കേസിൽ? ഈ തന്നേക്കുന്ന ഇവരുടെ കേസിൽ കറക്റ്റ് ആൻസർ 2 to 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളുടെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ കറക്റ്റ് ഇന്റൻസിറ്റീസ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ എമംഗ് ദ ഫോളോയിങ് ഈസ്. ഇവിടെ നമുക്ക് കുറച്ച് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടുകളുടെ കേസിൽ അവരുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എങ്ങനെയാണ് അതിന്റെ ഇന്റൻസിറ്റീസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്താ ഓർക്കേണ്ടത്, നമ്മുടെ സെലക്ഷൻ റൂളിനെ പറ്റി ഓർക്കണം അല്ലെ. സെലക്ഷൻ റൂൾ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മളിവിടെ സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്? കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ സെലക്ഷൻ റൂളുകൾ ഏതൊക്കെയാണ്. സെലക്ഷൻ റൂള് 2 സെലക്ഷൻ റൂളുകളാണ് നമ്മൾ മെയിൻ ആയിട്ടും പഠിച്ചിട്ടുള്ളത്. സ്പിൻ സെലക്ഷൻ റൂളും ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ അല്ലെങ്കിൽ പാരിറ്റി റൂൾ. ഇങ്ങനെ 2 സെലക്ഷൻ റൂളുകളാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതിനകത്ത് സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആണെങ്കിൽ അവർക്ക് ഇന്റൻസിറ്റി കാണും. ഇനി ലപ്പോർട്ടെ അല്ലെങ്കിൽ പാരിറ്റി അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണെങ്കിലും അവരുടെ ഇന്റൻസിറ്റീസ് ബെസ്റ്റ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ അലൗഡ് അല്ലെങ്കിൽ ആ ഇന്റൻസിറ്റി കുറയും, ആ ട്രാൻസിഷന്റെ ഇന്റൻസിറ്റി കുറയും. ഇനി രണ്ടും അലൗഡ് അല്ല, ഡബ്ലി ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അതിന്റെ ഇന്റൻസിറ്റി വീണ്ടും എന്ത് പറ്റും, കുറയും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് 2 സെലക്ഷൻ റൂൾ ആണ്. 2 സെലക്ഷൻ റൂൾ നോക്കുമ്പോഴത്തേനും ഞാൻ അതിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇവിടെ നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ടുകൾ FeH2O6 × 3+, TiH2O6 × 3+, COCl4 2-, TiCl6 2-, ഇങ്ങനെ 4 കോമ്പൗണ്ടുകളാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ അയൺ എന്ന് പറയുന്ന എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ടൈറ്റാനിയവും 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കൊബോൾട്ട് ആണെങ്കിലോ, കൊബോൾട്ട് ഇവിടെ X-4 - 2, അപ്പം ഇവിടെ കൊബോൾട്ട് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ എടുക്കുമ്പോഴോ ടൈറ്റാനിയം Cl6 2- ആണ്. ഇത് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ ഒരു X-6 - 2 വരും. ടൈറ്റാനിയം ഇവിടെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് പോകണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് പോകുമ്പോഴത്തേന് അയൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ. D6S2 ആണ്. D6S2 നിന്ന് 3 ഇലക്ട്രോൺസ് പോകുന്നു. 3 ഇലക്ട്രോൺസ് പോവുക എന്ന് വെച്ചാൽ എസിൽ നിന്ന് 2 ഇലക്ട്രോൺസും പോയി, ഡിയിൽ നിന്ന് 1 ഇലക്ട്രോണും പോയി. അപ്പം നമ്മളുടെ Fe3+ വരുമ്പോൾ അവിടുത്തെ കോൺഫിഗറേഷൻ എങ്ങനെ വരും, D5 കോൺഫിഗറേഷനിലോട്ട് വരും. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ടൈറ്റാനിയത്തിന്റെ കേസാണ് നോക്കുന്നത്. ടൈറ്റാനിയം 3+. ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം അങ്ങനല്ലേ വരുന്നത്. അപ്പം D2S2 എന്നാണ് പറഞ്ഞു വരുന്നത്. ടൈറ്റാനിയം D2S2 വരും.
അപ്പം 3+ സ്റ്റേറ്റിൽ വരുമ്പം എസിൽ നിന്ന് 2 ഇലക്ട്രോണുകൾ പോവും, ഡിയിൽ നിന്ന് 1 ഇലക്ട്രോണുകൾ പോവും. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? D1 കോൺഫിഗറേഷൻ ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? ഇനി കൊബോൾട്ടിന്റെ കേസിലോ, കൊബോൾട്ട് എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബോൾട്ട്. D7s2 കോൺഫിഗറേഷൻ ആണ് കൊബോൾട്ടിൻ്റെത്. ഇവിടെ കൊബോൾട്ട് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേന് കൊബോൾട്ടിന്റെ റിസൾട്ടിംഗ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D7 ആയിട്ട് വരും അല്ലെ? ഇനി TiCl6 2- എന്ന് പറഞ്ഞാൽ അവിടെ ടൈറ്റാനിയം എന്താണ്? 4+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. 4+ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? D2s2 എന്നാണ്. 4+ ആകുമ്പോഴത്തേന് എച്ചിൽ നിന്ന് 2 ഇലക്ട്രോണുകളും പോവും, ഡിയിൽ നിന്ന് 2 ഇലക്ട്രോണുകളും പോവും. അപ്പൊ ഇവിടുത്തെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? D0 കോൺഫിഗറേഷൻ ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമ്മൾ നോക്കേണ്ടത്, ആദ്യം ഞാൻ പറയാം, നമ്മുടെ പാരിറ്റി റൂൾ, അതായത് നമ്മളുടെ ലപ്പോർട്ടെ റൂള്. ലപ്പോർട്ടെ റൂള് നോക്കുമ്പോഴത്തേന് ഒരേ പാരിറ്റി ഉള്ളവർ തമ്മിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ +or- വരണം. മനസ്സിലാവുന്നു? എന്ന് പറഞ്ഞാൽ എസിൽ നിന്ന് പിയിലോട്ട് ട്രാൻസിഷൻ പോസിബിൾ ആണ്. അത് പറയാൻ കാര്യം എന്താണ്? എല്ലിന്റെ വാല്യൂ 0 ആയാൽ എസ്, 1 ആയാൽ പി, 2 ആയാൽ ഡി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 3 ആണെങ്കിൽ എഫ്. അതായത് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ +or- ആവുക എന്ന് പറഞ്ഞാൽ എസിൽ നിന്ന് പിയിലോട്ട്, പിയിൽ നിന്ന് ഡിയിലോട്ട്, ഡിയിൽ നിന്ന് പിയിലോട്ട് പോസിബിൾ ആണ്. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എന്ത് വരണം? +or- വേണം. ഒരേ പാരിറ്റി ഉള്ളവർ, ഒരേ സിമെട്രി ഉള്ളവർ തമ്മിൽ ട്രാൻസിഷൻസ് പോസിബിൾ അല്ല. അതായത് പിയിൽ നിന്ന് പിയിലോട്ടുള്ള ട്രാൻസിഷൻ നോട്ട് പോസിബിൾ, ഡിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ട്രാൻസിഷൻ നോട്ട് പോസിബിൾ. അപ്പൊ അവിടെ ഓർക്കേണ്ട കാര്യമുണ്ട്, ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? വാലൻസ് ഷെൽ ഇലക്ട്രോണുകളിലാണ് അല്ലെ? അല്ലാതെ എല്ലാ ഇലക്ട്രോണുകളും ഒന്നും ട്രാൻസിഷനിൽ പങ്കെടുക്കത്തില്ല. അപ്പൊ വാലൻസ് ഷെൽ ഇലക്ട്രോണുകൾ നോക്കുമ്പോഴത്തേന് പിയിൽ നിന്ന് പിയിലോട്ട്, ഡിയിൽ നിന്ന് ഡിയിലോട്ട്, ഇതെല്ലാം എന്താണ്? ലപ്പോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്. കാര്യം അവർ തമ്മിൽ ഒരേ പാരിറ്റി ആണ്. മനസ്സിലാവുന്നു? അപ്പം ഈ ഒരു പാരിറ്റി റൂൾ ആപ്ലിക്കബിൾ ആവുന്ന എവിടെയാണെന്ന് അറിയാമോ? നമ്മളുടെ സെൻട്രോസിമെട്രി കാണിക്കുന്ന മോളിക്യൂൾസിന്റെ കേസിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. നോൺ സെൻട്രോസിമെട്രി മോളിക്യൂളിന്റെ കേസിൽ ഈ ലപ്പോർട്ടെ റൂളിന് എന്തുണ്ട്? റിലാക്സേഷൻസ് ഉണ്ട്. മനസ്സിലാകുന്നു? അതായത് ഒക്ടാഹീഡ്രൽ ജോമെട്രി. ഒക്ടാഹീഡ്രൽ ജോമെട്രി എന്താണ്? അതൊരു സെൻട്രോസിമെട്രി കാണിക്കുന്ന മോളിക്യൂൾ അല്ലേ ഒക്ടാഹീഡ്രൽ ജോമെട്രി. സോ അവിടെ എന്ത് ആപ്ലിക്കബിൾ ആണ്? ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ ആപ്ലിക്കബിൾ ആണ്. അതായത് ഡിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ട്രാൻസിഷൻസ് എന്താണ്? ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ D5 കോൺഫിഗറേഷൻ ആണ്. D5 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 d ഓർബിറ്റൽസും ഡീജനറേറ്റ് ആയിട്ടിരിക്കുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് ലിഗാൻഡ് അതെന്ത് ചെയ്യും? അവര് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? T2G, EG എന്ന് പറഞ്ഞ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2G എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇ ഡീജനറേറ്റും, EG എന്ന് പറഞ്ഞാൽ ഡബിൾ ഇ ഡീജനറേറ്റും ആണ്. D5 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ 1 2 3 4 5. കാര്യം വാട്ടർ എന്ന് പറയുന്നത് വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ പെയറിംഗ് ഒന്നും നടക്കത്തില്ല. ഇങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കേ, ഡിയിൽ നിന്ന് ഡിയിലോട്ട് ട്രാൻസിഷൻ ലപ്പോർട്ടെ ഫോർബിഡൻ. DD ട്രാൻസിഷൻസ് ആർ ഹൈലി ലപ്പോർട്ടെ ഫോർബിഡൻ. ഇവിടെ നോക്കുമ്പോഴോ D1 ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? T2G EG, D1 ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഡിയിൽ നിന്ന് ഡിയിലോട്ടല്ലേ അവിടെയും ട്രാൻസിഷൻ നടക്കുന്നത്. സോ അതും ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. ഇനി D7 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ മോളിക്യൂൾ COCl4 2- എന്ന് പറയുന്ന ഒരു സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിന് റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ലപ്പോർട്ടെ അലൗഡ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നു? അപ്പൊ കുറച്ചൊക്കെ ഇത് ഇന്റൻസിറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ TiCl4 വരുമ്പോഴോ, TiCl4 വരുമ്പോഴത്തേന് ഡിയിൽ ഇലക്ട്രോൺസേ ഇല്ല. അതുകൊണ്ട് തന്നെ DD ട്രാൻസിഷൻസ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇന്റൻസിറ്റി ഉണ്ട്. മനസ്സിലാവുന്നോ? ഇനി നമ്മൾ അടുത്തത്, ഇപ്പൊ നമ്മൾ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിനെ പറ്റി പറഞ്ഞു. ഇനി സ്പിൻ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ സ്പിൻ ഇൻവേർട്ട് ചെയ്തിട്ടല്ലേ ട്രാൻസിഷൻ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പിൻ ഇൻവേർട്ട് ചെയ്യോ? ഇല്ല. അപ്പം ഇവിടെ ഇപ്പം ഞാനിങ്ങനെ പറയുവാണ്, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ പോവാൻ ഇതിന് വളരെ ഈസി ആയിട്ട് നടക്കും അല്ലെ? ഇതിന് ഇങ്ങോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. അതേസമയം ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കുക, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സ്പിൻ ഇൻവേർട്ട് ചെയ്തല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിഷൻ എന്താണ്? സ്പിൻ ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. സ്പിൻ അലൗഡും അല്ല, ലപ്പോർട്ടെ അലൗഡും അല്ല. പക്ഷെ അതാ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിന് ഇവിടെ പോകാൻ വല്ല തടസ്സമുണ്ടോ? ഇല്ല. ഇവിടെ പോകാനും തടസ്സമില്ല. അങ്ങനെ വരുന്ന ട്രാൻസിഷൻസ് സ്പിൻ അലൗഡ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ D1 ഇരിക്കുന്ന ഇലക്ട്രോണിന് ഇതാ ഇവിടെ എവിടെ പോകണമെങ്കിലും ഒരേപോലെ അല്ലേ? കാര്യം അതിന് സ്പിൻ ഒന്ന് ഇൻവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ TiOH2 6 times എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സിന്റെ കേസിൽ അത് സ്പിൻ അലൗഡ് ആണ്. ഇവിടെയും സ്പിൻ അലൗഡ് ആണ്. D7 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 2 3 4 5
6 7. D7 എന്ന് പറഞ്ഞാൽ സ്പിൻ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. ഇവിടെ D0 ആണ്, ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചാർജ് ട്രാൻസ്ഫർ, ഇവിടെ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ നടക്കാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ കൂടുതൽ. കാര്യം ക്ലോറിനിൽ നിന്ന് ടൈറ്റാനിയത്തിലോട്ടൊക്കെ നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നു? ക്ലോറിനകത്ത് എന്താണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നമ്മുടെ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, സെലക്ഷൻ റൂൾ നമ്മൾ പഠിക്കുമ്പോഴത്തേനും അവിടെ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് ആണ് നടക്കുന്നതെങ്കിൽ ആ ട്രാൻസിഷൻസ് എങ്ങനെയാണ്? ഹൈ ഇന്റൻസിറ്റിയിൽ നടക്കും. രണ്ടും സെലക്ഷൻ റൂൾ ഒബൈ ചെയ്യുന്നെങ്കിൽ അവർ ഹൈ ഇന്റൻസിറ്റിയിൽ നടക്കും. ഇപ്പൊ COCl4ന്റെ കേസിൽ ഞാൻ പറഞ്ഞു അവിടെ സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾ അല്ല, അതുകൊണ്ട് തന്നെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിന് റിലാക്സേഷൻ ഉണ്ട്, സ്പിൻ സെലക്ഷൻ റൂൾ ഒബൈ ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് അത് കുറച്ച് ഇന്റൻസിറ്റി കാണിക്കുന്ന ട്രാൻസിഷൻ ആയിരിക്കും. ഇവിടെ TiH2O 6 times 3+ എടുത്താണെങ്കിൽ അവിടെ ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്, പക്ഷെ സ്പിൻ അലൗഡ് ആണ്. അപ്പൊ അതും ചെറിയൊരു ഇന്റൻസിറ്റി കാണിക്കും. ഇനി FeH2O 6 times 3+ എടുക്കുവാണെങ്കിൽ അവിടെ ലപ്പോർട്ടെ അലൗഡും അല്ല, സ്പിൻ അലൗഡും അല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ വീക്ക് ട്രാൻസിഷൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ സെലക്ഷൻ റൂൾ ഒബൈ ചെയ്യുന്നവർ ഹൈ ഇന്റൻസിറ്റി ട്രാൻസിഷൻ തരും, സെലക്ഷൻ റൂൾ ഒബൈ ചെയ്യാത്തവർ ലോ ഇന്റൻസിറ്റി ട്രാൻസിഷൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും ഇന്റൻസിറ്റി കൂടിയ ട്രാൻസിഷൻ തരുന്നത് TiCl6 2- ആയിരിക്കും. കാര്യം അവിടെ ചാർജ് ട്രാൻസ്ഫർ ആയിരിക്കും. പിന്നെ രണ്ടാമത് തരുന്ന എന്താണ്? COCl4 2-. അങ്ങനെ വരാൻ കാര്യം എന്താണ്? അത് സെൻട്രോസിമെട്രി അല്ലാത്ത മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിൽ ചെറിയ റിലാക്സേഷൻ തരും, സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആണ്, കുറച്ചൊക്കെ ഇന്റൻസിറ്റി കാണിക്കും. ഇവിടെ TiH2O 6 times 3+ എടുക്കുമ്പോൾ അവിടെ സ്പിൻ അലൗഡ് ആണ്, ലപ്പോർട്ടെ ഫോർബിഡൻ ആണ്. ഒരെണ്ണം ഫോർബിഡൻ ആയതുകൊണ്ട് തന്നെ അവിടെ വീക്ക് ഇന്റൻസിറ്റി ആയിരിക്കും. ഇവിടെ FeH2O 6 times 3+ എടുക്കുമ്പോൾ ലപ്പോർട്ടെ ഫോർബിഡൻ, സ്പിൻ ഫോർബിഡൻ. അതുകൊണ്ട് തന്നെ വളരെ വീക്ക് ആയിട്ടുള്ള വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു ഇന്റൻസിറ്റി ആയിരിക്കും ആര് കാണിക്കുന്നത്? FeH2O 6 times 3+ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിരിക്കും ഓപ്ഷൻ D ആയിരിക്കും. മനസ്സിലാകുന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ എന്തിലോട്ട് പോകണം? നമ്മളുടെ മനസ്സ് സെലക്ഷൻ റൂളിൽ എത്തണം. അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും വേണം. അപ്പൊ എല്ലാവരും സെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിനെ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ച തിയറിയിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെറ്റിന്റെ ഡിസ്കസ് ചെയ്യാം, ഗേറ്റിന്റെ ഡിസ്കസ് ചെയ്യാം, സമയം ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റിന്റെ ഡിസ്കസ് ചെയ്യാം, പ്ലസ് അന്യ സംസ്ഥാനങ്ങളിൽ നടന്ന എക്സാമുകളുടെ കേസിൽ അത് ഡിസ്കസ് ചെയ്യാം, പ്ലസ് നിങ്ങൾക്ക് JEയുടെയും നീറ്റിന്റെയും കാര്യം അതേപോലെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ഡിസ്കസ് ചെയ്യാം. നമ്മൾ വളരെ ബേസിക് +2 പഠിക്കുന്ന കാര്യങ്ങൾ പോലും, കെമിക്കൽ നെയിം കോമൺ നെയിം പോലും നമ്മളോട് ചോദിക്കാറുണ്ട്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.